ഞാൻ വിളിക്കുന്നിടത്ത് സജി ചതിക്കുകയായിരുന്നുവെന്ന് രേവതി അറിയുന്നു. എന്റെ കൺവെട്ടത്ത് അവൾ ഉണ്ടാവണം. അർച്ചനയുടെ പ്രസവം വരെ കൂടെ നിർത്തണമെന്ന് രാജപ്പൻ വിശ്വനാഥനോട് പറയുന്നു. എന്റെ ഭാര്യ അവളുടെ കൂടെ ഉണ്ടാവണം. രാജപ്പന് കാശെന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട. നമ്മൾ തമ്മിൽ കരാറുണ്ട്. അർച്ചനയെ തരാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് ചെവളിയോട് പറയുന്ന രാജപ്പൻ. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷേ രാജപ്പൻ വാക്കു പാലിക്കും. നമ്മളെപ്പോലെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ അർച്ചന രേവതിയെ ഉപദേശിക്കുന്നു. രാത്രി മഴ തുടരുന്നു. അച്ചുവേച്ചി പറഞ്ഞത് ശരിയാ. രേവതിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. നിനക്കും അത് തോന്നിയോ? അച്ചുവേച്ചിയുടെ കാര്യം അമ്മ പറഞ്ഞപ്പോ കേട്ട ഭാവമില്ല. ദേഷ്യമൊക്കെ മെഷീനോടാ തീർക്കണേ. അത് നന്നാക്കാനുള്ള ശ്രമത്തിലവള്. ആ മോതിരം അവൾക്ക് ആരോ കൊടുത്തതാ. കളഞ്ഞു കിട്ടിയതാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. അവൾക്ക് മോതിരം കൊടുക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ അതിനു മാത്രമുള്ള കൂട്ടുകാരൊന്നും അവൾക്കില്ല. അങ്ങനെ പറയാനൊന്നും പറ്റില്ല മോളെ. അവള് പ്രമീള ചേച്ചിയുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞ് പോവാറില്ല. ഇനി അവരുടെ മോനായിരിക്കോ അച്ചുവേച്ചി അവൾക്ക് മോതിരം കൊടുത്തത്? എന്റെയും പേടിയതാ. പക്ഷെ അവളോടത് ചോദിക്കാൻ പറ്റൂ? ഇവിടെ വന്നതിന് ശേഷം അവളുടെ കയ്യിൽ ആ മോതിരം വന്നത്. വഴിന്ന് കിട്ടിയത് പണയം വെക്കാൻ മാത്രം മണ്ടിയല്ല അവള്. സ്വർണമെന്നും പറഞ്ഞ് ഒരു പയ്യൻ മോതിരം സമ്മാനിക്കണമെങ്കിൽ അവരുടെ ബന്ധം എവിടം വരെ എത്തിയിട്ടുണ്ടാവും. മോതിരം വാങ്ങുന്നത് നിസ്സാര കാര്യമാണോ? കൊടുത്തത് അവനാണെങ്കിൽ ഇതോടെ തെറ്റിപ്പിരിഞ്ഞു കാണും. ഞാനിത് അമ്മയോട് പറയട്ടെ. ഇപ്പൊ നീ ഇത് ആരോടും പറയണ്ട. അവളുടെ ഇനിയുള്ള ഓരോ നീക്കവും നമ്മൾ അറിഞ്ഞേ തീരും. ഞാൻ അവളോടത് ചോദിച്ച് മനസ്സിലാക്കും. അവൾ എന്നോട് എങ്ങനെ പ്രതികരിച്ചാലും വേണ്ടില്ല. ഒരാപത്തിലേക്കാണ് അവൾ പോകുന്നതെങ്കിൽ അത് തടഞ്ഞേ തീരൂ. സുധിക്ക് നടന്നിറങ്ങി വരാൻ പറ്റുമോ? നടക്കാൻ പ്രയാസമുണ്ട്. ഇപ്പൊ വരും. സൂക്ഷിച്ച്. നിനക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റൂടാ? പിടിച്ചു കയറി വെച്ച ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടും രാവിലെ തന്നെ ഇറങ്ങി പോന്നു. 2 ആഴ്ച കഴിഞ്ഞ് ബാങ്കിൽ പോയി തുടങ്ങണം. വണ്ടി ഓടിക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. സുധിയെ ഞാൻ കൊണ്ടുവിടാം അമ്മേ. ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. ട്രാൻസ്ഫറോ? എന്തിന്? ഒരു ചെറിയ ചേഞ്ചിന് വേണ്ടിയാ. നിനക്ക് എന്ത് ചേഞ്ചാടാ വേണ്ടത്? ഞങ്ങളെ കൊണ്ട് നീ മടുത്തോ? വേറൊരു വീടെടുത്ത് മാറാനും മാത്രം എന്താ നിനക്കിവിടെ സംഭവിച്ചത്? എനിക്കത് ഇപ്പൊ അറിയണം. ഞാൻ അധികം ദൂരത്തേക്കൊന്നും അല്ലമ്മേ പോകുന്നത്. എറണാകുളത്തിനാ. നിരഞ്ജനിക്ക് ഹൈക്കോടതിയിൽ പ്രാക്ടീസും ചെയ്യാം. നീ എവിടെ താമസിക്കുന്നു എന്നതല്ല എനിക്ക് വിഷയം. ഈ വീട്ടിൽ നിന്ന് നിന്റെ ഭാര്യയും കൊണ്ട് ഇറങ്ങുന്നതാ. ഞങ്ങള് നിനക്കൊരു ബാധ്യതയായോ? ആയോടാ? അതോ നിന്നെ കൂടാതെ ഞങ്ങൾക്ക് വേറെ മക്കളുണ്ടോ? എനിക്കൊരു ട്രാൻസ്ഫർ വന്നാൽ ജോലി കളയാൻ അമ്മ പറയുമല്ലോ. അതുപോലെയാണോടാ ട്രാൻസ്ഫർ ആയിരുന്നു വാങ്ങുന്നത്? ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. നടക്കില്ല സുധി, നടക്കില്ല. നീ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ നടക്കാനും പോകുന്നില്ല. നീ ഇവിളെയും കൊണ്ട് ഇറങ്ങിയ ആ നിമിഷം ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും. ദേ, ഇത് കേട്ടിട്ട് എന്താ വിശ്വട്ട് മിണ്ടാതിരിക്കുന്നേ? ഇവര് രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാവില്ലേ? സമ്മതം കൊടുക്കാണോ വിശ്വട്ടൻ? അതിവരുടെ തീരുമാനം. ഈ വീട്ടിൽ കഴിയണമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇവനത് പറയില്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് വാടക വീട് അന്വേഷിച്ചു പോണോന്ന്. നിനക്കാണോ എവനെ കൊണ്ട് പോവാൻ തിടുക്കം? അയ്യോ അമ്മ, ഞാൻ നിരഞ്ജനെ അമ്മ ഇതിലേക്ക് വലിച്ചയക്കണ്ട. ഞാനാ അവളോട് പറഞ്ഞത്. പറ്റില്ല സുധി, പറ്റില്ല. നിന്റെ അമ്മയാ പറയുന്നത്. ഒരുപാട് മോഹങ്ങളുണ്ട് എനിക്ക്. നിങ്ങളുടെ ഒരു കുഞ്ഞ്
ഈ വീട്ടിൽ പിറക്കണം. ഒരു കുടുംബമായിട്ട് മതി ഇത്തരം ചിന്തകളൊക്കെ. ദേ, ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. കേട്ടില്ലേ അവൻ പറഞ്ഞത്? എതിർത്ത് വിശ്വട്ട് എന്തെങ്കിലും പറഞ്ഞോ? എല്ലാം കേട്ടിരുന്നു. പറയേണ്ടതെല്ലാം ജയന്തി പറഞ്ഞല്ലോ. അവളെ കൂട്ടുപിടിച്ച് അവൻ കരുതി കൂട്ടി ചെയ്യുന്നതാ. നമ്മളെ തോൽപ്പിച്ചിട്ട് അവൻ എന്ത് നേടാനാ? സുധിയെ ഞാൻ എതിർക്കാത്തതിന് കാരണമുണ്ട്. വരാൻ പോകുന്ന കുറച്ചു മാസങ്ങൾ സുധിയും നിരഞ്ജനയും ഈ സിറ്റ് വിട്ടു നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അവരെ മാറ്റി നിർത്തിയിട്ട് എന്ത് നേട്ടമുള്ളത്? വരാൻ പോകുന്നത് അർച്ചനയുടെ ഡെലിവറി സമയമാണ്. കടമ്പകൾ ഒരുപാടുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ വേണം. കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുകയല്ലേ ജയന്തി? കുഞ്ഞിനെ കൈ കിട്ടിയോണ്ട് തീർന്നോ? 2-3 ദിവസത്തെ പ്രായം മാത്രമേ അതിനുണ്ടാവൂ. കൂടുതൽ ദിവസം അമ്മയ്ക്കൊപ്പം കുഞ്ഞിനെ കിടത്താൻ പാടില്ല. അവൾക്ക് പിന്നെ അതിനെ വിട്ടുതരാൻ കഴിഞ്ഞെന്ന് വരില്ല. സുധിയും നിരഞ്ജന ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ നീക്കങ്ങൾ എളുപ്പത്തിലാവും. ഒന്നും അവരറിയാനും പോകുന്നില്ല. നമുക്ക് എപ്പോ എവിടെ വേണമെങ്കിലും പോകാം, തിരിച്ചു വരാം. ഞാൻ മനസ്സിൽ കണ്ടത് അതാ. അതിനിയും സമയമുണ്ട്. പക്ഷേ ഈ സമയം സുധിയെ നിരഞ്ജനെ ഞാൻ വിടില്ല. എനിക്കിപ്പോ വലുത് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കാണുന്നത് തന്നെയാ. അവരെ ഞാൻ വിടില്ല. അവന്റെ ഇഷ്ടത്തിനൊപ്പം തുള്ളാൻ അവളെ ഞാൻ അനുവദിക്കില്ല. അർച്ചന പ്രസവിക്കുന്നതിന് മുൻപ് സുധിയുടെ ഒരു കുഞ്ഞ് നിരഞ്ജനയുടെ വയറ്റിൽ ജന്മം എടുത്തിരിക്കണം. അമ്മയിൽ നിന്ന് ഞാൻ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അമ്മയുടെ മനസ്സിൽ എന്താന്ന് സുധിക്ക് മനസ്സിലായില്ലേ? ഒരു കുഞ്ഞ്. വിവാഹം കഴിഞ്ഞു വന്ന നാളുകളിൽ അമ്മ എന്നോട് പറയാൻ തുടങ്ങിയതാ. സുധിയെ എന്നിൽ തളച്ചിടാൻ അമ്മ കണ്ടെത്തിയ മാർഗം. അമ്മയ്ക്കറിയില്ലല്ലോ മകന്റെ മനസ്സിൽ എന്താന്ന്. അമ്മയെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്രത്തോളം വാശി പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുമില്ല. അമ്മ കുഞ്ഞിന് വേണ്ടിയുള്ള ആവശ്യം പിടിമുറുക്കി കഴിഞ്ഞു. അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്കിനി കഴിയില്ല. ഒരു ചേഞ്ച് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു. മാറി താമസിച്ച ഇടയ്ക്ക് വരുന്ന അമ്മയുടെ ഒരു ഫോൺ കോൾ മാത്രമേ ഉണ്ടാവൂ. അമ്മ ആവശ്യം ഉന്നയിക്കും, പക്ഷെ മുഖാമുഖം നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതിനുണ്ടാവില്ല. നിരഞ്ജന എന്തിന് ടെൻഷൻ ആവണം? 1 വർഷം കഴിയാതെ നമ്മളൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നില്ല. സുധിക്ക് അത് പറയാൻ എളുപ്പാ. അമ്മ സംസാരിക്കുന്നത് എന്നോടാ. നാളെ അമ്മയെ കാണുമ്പോ ഞാൻ നേരിടാൻ പോകുന്നതും അതാ. കേട്ടു നിൽക്കുമ്പോ എന്റെ മനസ്സാ വിങ്ങുന്നത്. ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല സുധി. എന്താ സുധിയുടെ മനസ്സിലെന്ന് പോലും എനിക്കറിയില്ല. ഇനിയെങ്കിലും സുധി എനിക്കൊരു ഉത്തരം തരണം. എന്നെ ഒപ്പം നിർത്തിയാണ് സുധി മുന്നോട്ട് പോകുന്നതെങ്കിൽ സുധി മനസ്സിൽ കാണുന്നത് എന്താണെന്ന് എന്നോട് തുറന്നു പറയണം. ഉത്തരങ്ങളില്ലാത്ത ജന്മമായിപ്പോയി എന്റേത്. പെണ്ണിന് വയറുവെച്ച് തുറന്നു ശ്യാമള പറഞ്ഞത്. 4-5 മാസമായില്ലേ? ഇനി എങ്ങനെയാടി അവളെ ഞാൻ ആ വീട്ടിൽ നിർത്തുന്നത്? നാട്ടുകാരുടെ മുമ്പിൽ വലിയൊരു രഹസ്യമാണ് മൂടി വെച്ചിരിക്കുന്നത്. ആ സുഗന്ധി രക്തമയും ഏത് നേരത്തും വീട്ടിലോട്ട് കയറി വരും. പിള്ളേരെ കാണുമ്പോൾ അടിമുടി നോക്കുമെന്നാ ശ്യാമള പറഞ്ഞത്. എത്രയെന്ന് പറഞ്ഞാ അവളെ മുറി പിടിച്ചിരുത്തുന്നേ. അപ്പോ പെണ്ണിനെ മാറ്റാൻ സമയമായെന്ന് സാരം. നാട്ടുകാരുടെ അവൾക്കൊരു പണി കിട്ടി പോയെന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വീട് വേറെ നോക്കണം.
കാർത്തികേയൻ ചേച്ചിയുടെ വീട്ടിൽ അവളെ താമസിപ്പിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഇവൻ പറയുന്നത് ശരിയാ. അതിന് ചുറ്റും വീടുകളുണ്ട്. ആ മണിയാശാന്റെ ഒരു ബന്ധു താമസിക്കുന്ന അതിനടുത്താ. ഏയ്, അവിടെ ഒട്ടും സുരക്ഷിതമല്ല. അറിയാലോ, എന്റെ പിള്ളേരുടെ ജീവിതം വെച്ചുള്ള കളിയായത്. അവളെ കൊണ്ടുവന്ന് താമസിക്കാൻ കെട്ടുറപ്പുള്ളൊരു വീട് വേണം. അയൽപ്പക്കൊന്നും ഉണ്ടാവാനും പാടില്ല. നീ ഒരു വീട് തപ്പിയെടുക്ക്. അതിന് വേണ്ട കാശൊക്കെ ഞാൻ തരാം. എന്നാ ഞാനൊരു വാടക വീട് നോക്കാം. ചേച്ചി, തെന്മലയിൽ ഒരു വീട് കിടപ്പുണ്ട്. നല്ല സൗകര്യമുള്ള വീടാ. എനിക്കെന്ന് പറഞ്ഞാൽ കിട്ടുവോടാ? അത് ചേച്ചി എനിക്ക് വിട്ടേക്ക്. മാസം 4000 രൂപ വാടക കൊടുക്കണം. പിന്നെ 10000 രൂപ അഡ്വാൻസും. തൊട്ടടുത്ത് 1-2 വീടുകളേ ഉള്ളൂ. നീ ചെന്ന് സംസാരിച്ച് ഉറപ്പിക്കുക പ്രോസേ. ഞാൻ വന്ന് അഡ്വാൻസ് കൊടുക്കാം. ഞാൻ ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ രായപ്പേട്ട. കൊച്ചിനെ കൈമാറുമ്പോ രായപ്പേട്ടന് നല്ലൊരു തുക കൈ കിട്ടുമല്ലേ? അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിനക്കറിയാലോ, ഞാൻ അയാളെ പേടിച്ചാ ജീവിക്കുന്നത്. ഒന്നും ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല. പിന്നെ എനിക്ക് അവർ മനസ്സറിഞ്ഞ് എന്തെങ്കിലും തന്നാൽ അതിന്റെ പകുതി നിനക്കുള്ളതാ. ഒരു കച്ചവടവും നഷ്ടക്കച്ചവടം ആകരുതെന്ന നിർബന്ധമേ എനിക്കുള്ളൂ. ഏയ്, അങ്ങനെ വരില്ല. അവർ തന്നില്ലെങ്കിലും നിനക്ക് തരാനുള്ളത് ഞാൻ തരും. എന്നാ പിന്നെ ഞാൻ പോട്ടടി. ഇന്ന് വണ്ടി കയറേണ്ട ദിവസമാണ്. രായപ്പച്ചേട്ടൻ ചെല്ലേ. ഓട്ടം കഴിഞ്ഞ് വരുമ്പോ വീടിന്റെ കാര്യം ആംബ്രോസ് ശരിയാക്കും. എടാ, ഉപേക്ഷ വിചാരിക്കില്ലേ? ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ പെണ്ണ് കയ്യിൽ വരാൻ പോവാടാ ആംബ്രോസെ. രായപ്പേട്ടന്റെ കൈമറിഞ്ഞ് കാർത്തിയായനിയുടെ കയ്യിലുണ്ട്. അവള് വന്നു. ഇനിയിപ്പോ പ്രസവം വരെ നിനക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ ഇവിടെ കൊണ്ടുപോകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാനുള്ളതാ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റിയ സ്ഥലം വേണ്ടേ? ഈ അവസ്ഥയിൽ ആരെങ്കിലും ഒരാളിന് സമ്മതം തരൂ? ഓ, ഇതൊക്കെ എത്ര വട്ടം പറയണം? ഇപ്പൊ കണ്ടെത്തിയത് എവിടെയാ? പത്തനംതിട്ടയില് വള്ളിക്കോട് സ്ഥലമുണ്ട്, അവിടെയാ. ഇവിടെ നിന്ന് കുറെ ദൂരം ഉണ്ടോ? അത് പിന്നെ അടുത്ത ജില്ലയല്ലേടി. 2-3 മണിക്കൂർ യാത്ര, അത്രേ ഉള്ളൂ. അവിടെ വീട്ടുകാരോടൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പരിചയത്തിലൊരു ഡ്രൈവറുടെ ഭാര്യയുടെ വീടാ. അയാളുടെ അമ്മായി മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. അപ്പൊ അവരുടെ മക്കളോ? എടി, അവരൊക്കെ പല സ്ഥലത്താ. അതൊന്നും ഒരു വിഷയമല്ല. നീ എന്തു പറയുന്നു മോളെ? എവിടെയായാലും എന്താ കുഞ്ഞമ്മേ? ഇതല്ലാതെ വേറൊരു വഴി ഇല്ലാഞ്ഞിട്ടാ. എനിക്കറിയാൻ ചിറ്റപ്പ. പിന്നെ എന്താണെന്ന് വെച്ചാ പറഞ്ഞോ. പ്രസവത്തിന് പുനലൂരെ ഹോസ്പിറ്റലിൽ തന്നെ വരില്ലേ? അതാ നടരാജൻ വക്കീൽ സമ്മതിച്ചല്ലേ. നീ അഡ്മിറ്റ് ആയെന്ന് അറിയില്ല, അവരും ആശുപത്രിയിൽ ഉണ്ടാവും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. ഓ, ആ പ്രാർത്ഥനയാടി എനിക്കും. നീ എന്നാ ചെല്ലുമോളെ. ഡി, അവള് പുറത്തിറങ്ങാൻ നീ ശ്രദ്ധിച്ചോണം. ആർക്കെങ്കിലും സംശയം തോന്നിയാൽ തീർന്നു. ഞാനിപ്പോ ഇവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാറേ ഇല്ല. നീ ചെന്ന് ചോറെടുത്ത് നോക്കി. ഹലോ, സുഖമല്ലേ രഘു? നീ കട്ട് ചെയ്യരുത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കാതെ പോയാ അതിന്റെ ദോഷം നിനക്കാ. എനിക്കിനി ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ പറ്റില്ല. നാളെ 10 മണിക്ക് നീ ഗണപതി കുന്നിൽ വരണം. ഞാൻ അവിടെ കാത്തിരിക്കും. വരാവടാ. ഞാൻ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാരെയും കൂട്ടിക്കൊണ്ടുവരാം. നീ നിന്റെ അമ്മയും കൂടെ കൂട്ടിക്കോ. നിന്നെ താലി കെട്ടാനല്ലടി വിളിക്കുന്നത്. നമ്മൾ രണ്ടുപേരും മതി. നിനക്കും അമ്മയും പെങ്ങളും ഇല്ലേടാ പട്ടി. ആദ്യം നീ ഗോളടിച്ചോ. ഞാൻ 2 കൈയും കെട്ടിനിന്ന് തരാം. നീ എന്ത് പറഞ്ഞാടാ എന്നെ വരട്ടുന്നത്? ഒരു ചുരിദാറും മൊബൈലും വെച്ചല്ലേ? ചുരിദാർ ഞാൻ കത്തിച്ചു കളഞ്ഞു. നിന്റെ മൊബൈല് എന്റെ കയ്യിലുണ്ട്. നീ അയച്ച മുഴുവൻ മെസ്സേജും അതിലുണ്ട്.
നീ ഫോൺ തന്നതും ചുരിദാറും മോതിരം തന്നതും അതിലുണ്ട്. ചതിക്കല്ലേ രഘു. നീ എന്താടാ എന്നെ കുറിച്ച് കരുതിയേ? ഇതോടെ എന്റെ അടുത്തുള്ള നിന്റെ കളി നിർത്തിക്കോണം. ഞാൻ നിർത്തി. ഇനി ഞാൻ നിന്നെ വിളിക്കില്ല, സത്യം. ആ പിന്നെ ഒരു അപേക്ഷ കൂടിയുണ്ട്. നീ വാട്സപ്പ് ഒന്ന് നോക്കണം. നിനക്ക് ഒരു സമ്മാനം ഞാൻ അയച്ചിട്ടുണ്ട്. ഹലോ ഹലോ, എന്റെ ഫോട്ടോ ആണല്ലോ. എന്താ രഘു, ഞാനെല്ലാം മറന്നു തുടങ്ങിയതല്ലേ, പിന്നെന്തിനാ നീ വീണ്ടും വിളിച്ചത്? മോഫ് ചെയ്ത ഫോട്ടോ അയച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നോടാ നീ. അത് നീ തന്നെയാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. പച്ചക്കള്ളം. എടീ, അത് വീഡിയോയുടെ സ്ക്രീൻഷോട്ടാ. 16 മിനിറ്റ് ലെങ്ത്തുള്ള നിന്റെ വീഡിയോ എന്റെ ഫോണിലുണ്ടടി. നീ ചുരിദാറ് മാറാൻ കയറിയ മുറിയില് നിന്നെ കാണാൻ പാകത്തിന് ഞാൻ മൊബൈൽ കൊണ്ട് വെച്ചിരുന്നു. 2 തവണ നീ ഡ്രസ്സ് മാറുന്ന വീഡിയോ എന്റെ മൊബൈലിലുണ്ട്. ദിവസവും നിന്നെ ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ മെടുക്കും സാമർത്ഥ്യക്ക് ഇപ്പൊ എവിടെ പോയി? നീ എന്താടി എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? ഞാനൊന്ന് മോഹിച്ചാ അത് സാധിച്ചിരിക്കും. വെറുതെ അല്ല നിനക്ക് ഫോണും ചുരിദാറും ഞാൻ തന്നത്. ഇതുവരെയും ഞാൻ ആ വീഡിയോ ആരെയും കാണിച്ചിട്ടില്ല. ഇനി ഞാൻ പറയുന്നത് നീ അനുസരിക്കും. അനുസരിച്ചില്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നീ കേട്ടോ. ഞാൻ എൻ്റെ ഫേക്ക് ഐഡിയിലൂടെ നിന്റെ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ കയറ്റിവിടും. കുറഞ്ഞത് നിനക്ക് 10,000 ലൈക്കും 1,00,000 ഷെയറും കിട്ടുവടി. പിന്നെ നീ പറക്കാൻ പോകുന്നത് വീഡിയോ ആയിട്ട് വാട്സപ്പിലൂടെയാ. കടലും കടന്ന് നീ പറക്കുവടി രേവതി. പിന്നെ നിന്റെ കയറ്റം യൂട്യൂബിലോട്ടും. നിന്നെ ഓർത്ത് എനിക്ക് അസൂയ തോന്നുവാടി. ഹലോ, നീ കേൾക്കുന്നുണ്ടോടി? എനിക്കിനി മരിച്ചാ മതി. ഈശ്വര, എന്താടി നീ ഇവിടെ നിന്ന് സ്വപ്നം കാണുവാണോ? തയ്യൽ മെഷീൻ നന്നാക്കിയില്ലേ? പിന്നെന്താ വിഷമം? അതോ അത് ശരിയായില്ലേ? കാശ് വെറുതെ പോയോ? നീ കാപ്പി കുടിക്കാനും വന്നില്ലല്ലോ. ഞാൻ എടുത്ത് കുടിച്ചോളാം. എന്താടി സുഖമില്ലേ? നീ ഇന്ന് പ്രമിളയുടെ വീട്ടിൽ പോകുന്നില്ലേ? ഇന്ന് അവിടെ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്തു പറഞ്ഞാലും കടിച്ചു തിന്നാൻ വരും. മറ്റൊരു വീട്ടിൽ ചെന്ന് ഇതൊക്കെ എങ്ങനെ ജീവിക്കുമെന്തോ. അവൾക്ക് എന്തെങ്കിലും വിഷമം കാണും. എന്ത് വിഷമം? സ്വഭാവം ഇത് തന്നെയാ. അമ്പിളി പോകാൻ ഇറങ്ങിയോ? അവള് ഡ്രസ് ചെയ്യുവോ? ആ, എനിക്കും ആര്യങ്കാവ് വരെ പോണം. ഇറങ്ങിയെങ്കിൽ അവളോട് നിൽക്കാൻ പറ, ഒന്നിച്ചു പോകാം.
എന്താടി? സജി, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. എന്നെ ചതിക്കരുത്. ഡിലേറ്റ് ചെയ്യും, നിന്റെ മുന്നിൽ വെച്ച് തന്നെ. അതിന് നീ എൻ്റെ അടുത്തേക്ക് വരണം. നീ അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ പേരിൽ കത്തെഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. നിന്റെ ഒരു ഭീഷണിയും എൻ്റെ അടുത്ത് വില പോകില്ല. നീ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പെണ്ണല്ലെന്ന് എനിക്കറിയാം. എടീ, അഭിമാനമുള്ള ഒരു പെണ്ണും ആമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് മൊബൈലും മോതിരവും ചുരിദാറൊന്നും വാങ്ങിക്കില്ല. നിനക്കതില്ലടി. അപ്പോ നമുക്കെപ്പോ കാണാം അത് പറ. ഇനി ഞാൻ കാത്തിരിക്കില്ലെന്ന് നിനക്കറിയാലോ. എനിക്ക് ആലോചിക്കാൻ സമയം താ. എന്താലോചിക്കാനാടി? എന്നെ കൊടുക്കാൻ വല്ല പദ്ധതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ മോളെ നിനക്ക് പണി കിട്ടും. നീ വിളിക്കേ, രാത്രി നിന്റെ വീട്ടിൽ വരാനും ഞാൻ തയ്യാറാ. എന്നെ പിണക്കിയ നഷ്ടം നിനക്ക് മാത്രമാ, അത് നീ ഓർത്തു വെച്ചോ. അച്ചുവേച്ചിക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എനിക്ക് എന്ത് വാങ്ങാനാ? എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല, രേവതി ഇവിടെ ഇല്ലേ? മുറിയില് കാണും. നമ്മൾ ഊഹിച്ച പോലെ കാര്യം ഇപ്പൊ പ്രമീള ചേച്ചിയുടെ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തി. അമ്മ വരുന്നുണ്ടോ? അരി സാധനമൊക്കെ തീർന്നു. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി. ശരി മോളെ. രേവതി മുറിയിലുണ്ട്, നീ കഥ അടച്ചോ. സജി പ്ലീസ്, നീ എന്നോട് അത് മാത്രം പറയരുത്. എനിക്കതിന് കഴിയില്ല. നീ വരണ്ടടി. ആര് നിന്നെ നിർബന്ധിക്കുന്നു? ഇന്ന് രാത്രി നിന്റെ ഫോട്ടോയും വീഡിയോയും ഞാൻ പുറത്ത് വിടുവടി. ഞാൻ ജീവിച്ചിരിക്കില്ല. ഒന്ന് നിർത്തടി. നീ ജീവിച്ചാലും മരിച്ചാലും നിന്നെ കണ്ട ആളുകളങ്ങ് സുഖിക്കും. ശരി, നിനക്കൊരവസരം കൂടി ഞാൻ തരാം. ഇത് നിനക്കുള്ള ലാസ്റ്റ് ചാൻസാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് നീ ഗണപതി കുന്നി വരണം. 4 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. നീ വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലൊരു സംസാരം ഉണ്ടാവില്ല. ഇന്ന് രാത്രി ഞാനത് ചെയ്തിരിക്കും. വാട്സാപ്പിലും യൂട്യൂബിലും നിന്റെ വീഡിയോസ് ഞാൻ വിടും. ഫോൺ വെക്കടി, ലോറിക്കാരന്റെ മോളെ. ആരടി ഇവൻ?